ഹായ് ഫ്രണ്ട്സ്, PSC ഐഡിയാസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ്. എന്താണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ വരുന്ന മെയിനായിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഇതിൽ നോട്ട് ചെയ്തിട്ടുള്ളത്. എന്താണെന്ന് നോക്കാം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നതാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. എന്താണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മേൽനോട്ടം വഹിക്കുന്നത്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 243K ആൻഡ് 243ZA. ഈ രണ്ട് ആർട്ടിക്കിളിലും കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ഏതൊക്കെയാണ്? 243K ആൻഡ് 243ZA. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1993 ഡിസംബർ 3 കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. 1993 ഡിസംബർ 3. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. ആരാണ്? ഗവർണറാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ്: ഇലക്ഷൻ വിജ്ഞാപനം നടത്തുക, തിരഞ്ഞെടുപ്പ് യോഗ്യത, മാർഗനിർദ്ദേശങ്ങൾ, മാതൃകാ പെരുമാറ്റച്ചട്ടം പറഞ്ഞുകൊടുക്കൽ, ഇലക്ഷൻ റൂൾസ് പറഞ്ഞുകൊടുക്കൽ, ഇലക്ഷൻ അപ്ഡേഷൻസ്, റിസൾട്ട് പ്രഖ്യാപനം, വീണ്ടും ഇലക്ഷൻ വേണമെങ്കിൽ അത് ചെയ്യൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ. എന്തൊക്കെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്ന് പറയുന്നത്? ഇലക്ഷൻ വിജ്ഞാപനം, തിരഞ്ഞെടുപ്പ് യോഗ്യത, മാർഗനിർദ്ദേശങ്ങൾ, മാതൃകാ പെരുമാറ്റച്ചട്ടം പറഞ്ഞുകൊടുക്കൽ, ഇലക്ഷൻ റൂൾസ്, ഇലക്ഷൻ അപ്ഡേഷൻസ്, റിസൾട്ട് പ്രഖ്യാപനം, വീണ്ടും ഇലക്ഷൻ വേണമെങ്കിൽ അത് ചെയ്യൽ, റീഇലക്ഷൻ. ഇവയൊക്കെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്ന് പറയുന്നത്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് ആരാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത്. അത് ഇംപീച്ച്മെന്റ് വഴി ഹൈക്കോടതി ജഡ്ജിയെ നീക്കുന്ന അതേ നടപടിക്രമമാണ് ഇതിലും ചെയ്യുന്നത്. രാഷ്ട്രപതി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഇംപീച്ച്മെന്റ് വഴിയാണ്. ഹൈക്കോടതി ജഡ്ജിയെ നീക്കുന്ന അതേ നടപടിക്രമമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത്. തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വം, മേൽനോട്ടമൊക്കെ വഹിക്കുന്നത് ആരാണ്? കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വം അതുപോലെ മേൽനോട്ടമൊക്കെ വഹിക്കുന്നത്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജി സമർപ്പിക്കുന്നത് ഗവർണർക്ക് മുമ്പാകെയാണ്. ആരുടെ മുമ്പാകെയാണ്? ഗവർണർക്ക് മുമ്പാകെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജി സമർപ്പിക്കുന്നത്. അതുപോലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി എത്രയാണ്? 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സുവരെ. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സുവരെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് എപ്പോഴാണോ അപ്പോഴാണ് റിട്ടയർമെന്റ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധിയാണ് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സുവരെ. കേരളത്തിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? MSK രാമസ്വാമി. MSK രാമസ്വാമിയാണ് കേരളത്തിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ആരാണ്? MSK രാമസ്വാമി. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? MS ജോസഫ്. MS ജോസഫ് ആണ് കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ആരാണ്? MS ജോസഫ്. അതുപോലെ നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഷാജഹാൻ. ഷാജഹാനാണ്
നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ ഷാജഹാൻ. സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ തലവൻ ആരാണ്? ചീഫ് ഇലക്ടറൽ ഓഫീസർ. ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ തലവൻ. ആരാണ്? ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ തലവൻ. ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് എങ്ങനെയാണ്? 1950 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ 13A വകുപ്പ് പ്രകാരമാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത്. ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് എങ്ങനെയാണ്? 1950 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ 13A വകുപ്പ് പ്രകാരമാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത്. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഒരു സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റാണ്. എന്താണ്? ചീഫ് ഇലക്ടറൽ ഓഫീസർ ഒരു സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റാണ്. അതുപോലെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത്. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഒരു സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റാണ്. അതുപോലെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിലവിൽ കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? നിലവിൽ കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ് സഞ്ജയ് കൗൾ. ആരാണ്? സഞ്ജയ് കൗൾ ആണ് നിലവിലെ കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ. ഇത്രയും കാര്യങ്ങളാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ടോപ്പിക്കുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.